ഹലോ, ടിപ്സ് ആൻഡ് ട്രയൽസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പഴം കൊണ്ടുള്ള ഉണ്ണിയപ്പമാണ്. അതിനു മുൻപേ എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. ആദ്യമായിട്ട് നമുക്ക് ചെറുപഴം ഒരു മിക്സിയിലേക്കിട്ട് അരച്ചെടുത്തുകൊണ്ട് വരണം. അതിനായിട്ട് ഞാനിവിടെ പാളയംകുടം പഴമാണ് ഉപയോഗിക്കുന്നത്. ഒരു 15 പഴത്തോളം എടുക്കുന്നുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലോട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ മിക്സ്ചർ റെഡിയാക്കാം. ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് മൈദ, 2 കപ്പ് ആട്ട, അതായത് ഗോതമ്പ് പൊടി, ഇനി നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. അതൊരു 1.25 കപ്പോളം ഇടണം. ഇനി നമ്മൾ ശർക്കര പാനിയാക്കി വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കുക. അതൊരു 1.25 കപ്പുണ്ട്. ഞാൻ നേരത്തെ 2 ശർക്കര 1/4 കപ്പ് വെള്ളം ഒഴിച്ച് പാനിയാക്കി വെച്ചിരുന്നതാണിത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന പഴം അത് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ശകലം ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഉപ്പ് നമ്മൾ ഇടുന്നത് മധുരത്തെ ബാലൻസ് ചെയ്യാനാണ്. ഇനി ഒരു 1/2 ടീസ്പൂൺ ജീരകം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇപ്പം ഇച്ചിരി തിക്കാണ്. നമുക്ക് ഇച്ചിരിയും കൂടെ ലൂസായിട്ട് വേണം ഈ ബാറ്റർ. അതിനായിട്ട് നമ്മളൊരു അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. നമ്മൾ കുറച്ച് ഒഴിച്ചൊന്ന് ഇളക്കി നോക്കുക. കൺസിസ്റ്റൻസി ഇവിടെ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അടുത്തതായിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങാക്കൊത്ത് അതിൻ്റെ അകത്ത് വറുത്തിടുന്നുണ്ട്. അതിനായിട്ട് കുഞ്ഞായിട്ട് തേങ്ങ അരിഞ്ഞെടുക്കുക. എന്നിട്ടൊരു പാനിലേക്ക് സ്വല്പം എണ്ണ ഒഴിച്ച് അതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ചിലർക്ക് തേങ്ങാക്കൊത്തിടുന്നത് ഇഷ്ടമില്ല. അങ്ങനെയുള്ളവർ ഈ സ്റ്റെപ്പ് ഒഴിവാക്കാം. തേങ്ങാക്കൊത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ പലതും പല മൂപ്പായി പോകും. നമ്മൾ നന്നായിട്ടൊരു ഡാർക്ക് ബ്രൗൺ കളർ ആവുന്നോടം വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് നമുക്കത് കോരിയെടുക്കാം. 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മാവ് പൊന്തി വന്നിട്ടുണ്ട്. നമ്മൾ ഈ സമയത്തൊന്ന് ഇളക്കി കൺസിസ്റ്റൻസി നോക്കുക. ചിലപ്പോൾ സ്വല്പം വെള്ളത്തിന് കുറവ് വേണം. അങ്ങനെയാണെങ്കിൽ ഒന്ന് വെള്ളം തളിച്ച് ഇളക്കിയെടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മുടെ ഉണ്ണിയപ്പ പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എണ്ണ നന്നായിട്ട് ചൂടാകുന്നോടം വരെ നോക്കുക. അതിനുശേഷം നമ്മുടെ മിക്സ്ചർ ഓരോ കുഴിയിലേക്കും ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഉണ്ണിയപ്പ പാത്രം ഇല്ലാത്തവർ കുഴപ്പമില്ല. നമ്മൾ ചീൻചട്ടിക്കകത്ത് എണ്ണ ഒഴിച്ച് വെച്ച് ഈ മിക്സ്ചർ ഇട്ട് കൊടുത്താൽ മതി. ഷേപ്പിൽ ചെറിയൊരു വ്യത്യാസം വരുമെന്നേ ഉള്ളൂ. ഇപ്പം എല്ലാ കുഴിയിലും ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അത് നമ്മളിനി മറിച്ചിടണം. നമ്മളത് മറിച്ചിട്ട് കൊടുത്തോണ്ടിരിക്കണം. കാരണം എല്ലായിടത്തും ഒരേ വേവ് വരാനായിട്ടാണ് നമ്മളിങ്ങനെ മറിച്ചിട്ട് കൊടുക്കുന്നത്. ഇവിടെ ഉണ്ണിയപ്പത്തിൻ്റെ കളറ് ചേഞ്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളത് ഇനി ഒരു ഗോൾഡൻ കളർ ആകുന്നോടം വരെ ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്തോണ്ടേയിരിക്കണം. അതുപോലെ മറിച്ചിടാനായിട്ട് ഞാനിവിടെ പപ്പടം കുത്തിയാണ് ഉപയോഗിക്കുന്നത്. സ്പൂൺ ഉപയോഗിച്ചായാലും മറിച്ചിടാം. സ്പൂൺ ഉപയോഗിക്കുമ്പോൾ നീളത്തിൽ പിടിയുള്ള സ്പൂൺ ഉപയോഗിക്കണം, അല്ലെങ്കിൽ കൈ പൊള്ളാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ കളർ ഇവിടെ ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി എടുക്കാം. എനിക്കിവിടെ ഇപ്പോൾ 70 ഉണ്ണിയപ്പത്തോളം കിട്ടിയിട്ടുണ്ട്. നമ്മളപ്പം പൊടിയെടുക്കുമ്പോൾ ഇത്രയും ആവശ്യമില്ലാത്തവർ അതിൻ്റെ അളവ് കുറച്ചാൽ മതി. പഴത്തിൻ്റെ അളവ് അതിനനുസരിച്ച് കുറച്ചെടുത്താൽ മതി.